മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 42-ാമത്തെ ദശകത്തിൽ 9, 10, 11 ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 9-ാമത്തെ ശ്ലോകം. അയേ സുതം ദേഹി ജഗൽപതേ കൃപാതരംഗപാതാത് പരിപാതമന്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകം മുഹുർമുഹുശ്ലിഷ്യതി ജാതകണ്ഡകം. നന്ദഗോപര കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയെ എടുത്തുകൊണ്ട് ഇതിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ടുള്ള ആ കുട്ടിയെ നന്ദഗോപര് വിളിച്ചെടുക്കണതിനെ പറ്റിയിട്ടാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നന്ദഗോപര് അയേ എന്ന് സംബോധന ആയിട്ടുള്ളതാണ്. സുതം ദേഹി, എൻ്റെ മകനെ തരൂ. സുതം ദേഹി, തരൂ, മകനെ ഇങ്ങോട്ട് തരൂ. ജഗത്പതേ കൃപാതരംഗ പരിപാതമദ്യ മേ സുതം ദേഹി, എൻ്റെ കുട്ടിയെ ഇങ്ങോട്ട് തരൂ. എങ്ങനെയുള്ള കുട്ടിയാണ്? ജഗൽപതേ കൃപാതരംഗപാത, ജഗൽപതിയുടെ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള ഭഗവാന്റെ കൃപാതരംഗപാതാത്, കൃപാതരംഗം തിരമാല പോലെയുള്ളതായിട്ടുള്ള ഇടപെടാതെയുള്ളതായിട്ടുള്ള കാരുണ്യം, അതിന് യാതൊരു തടസ്സമില്ലാതെ കണ്ട് പ്രവഹിക്കുന്നതായിട്ടുള്ള ആ കാരുണ്യം എൻ്റെ മകനിൽ പതിച്ചത് കൊണ്ടാണ് ആ മകൻ ഇങ്ങനെ രക്ഷപ്പെട്ടത്. അങ്ങനെ ജഗൽപതേ കൃപാതരംഗപാത, ജഗത്പതിയുടെ കാരുണ്യമാകുന്ന തരംഗം, തിരമാല, അതിൻ്റെ പാദം കൊണ്ട്, വീഴ്ച കൊണ്ട്, അത് കുട്ടിയിൽ പതിച്ചത് കൊണ്ട് രക്ഷിതനായ പരിപാദം, രക്ഷിക്കപ്പെട്ടതായ മേ സുതം ദേഹി, എൻ്റെ കുട്ടിയെ തരൂ. ഇതിസ്മ സംഗൃഹ്യ എന്നിങ്ങനെ എടുത്തിട്ട് കുട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ യശോദയുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഇതിസ്മ സംഗൃഹ്യ ഇപ്രകാരം മേടിച്ചിട്ട് കുട്ടിയെ എടുത്തിട്ട് പിതാ ത്വദംഗകം, ആ പിതാവ് നന്ദഗോപര് ത്വദംഗകം, അങ്ങയുടെ അംഗങ്ങളെ, ക എന്നുള്ളതായിട്ടുള്ള ആ പ്രത്യയം അത് മൃദുത്വത്തിനെ വാത്സല്യത്തിനെ ഒക്കെ കാണിക്കുന്നതാണ്. ത്വദംഗകം, അങ്ങയുടെ ആ മൃദുവായ അംഗങ്ങളെ മുഹുർമുഹുഹു ശ്ലിഷ്യതി, വീണ്ടും വീണ്ടും ആശ്ലേഷിച്ചു. എങ്ങനെ? ജാതകണ്ഡക, പുളകത്തോടുകൂടി, പുളകമായിട്ടുള്ള ശരീരത്തോടുകൂടി അദ്ദേഹം പുത്രനെ എടുത്തിട്ട് വീണ്ടും വീണ്ടും അവൻ്റെ ഭഗവാന്റെ ഓരോ അവയവങ്ങളും വീണ്ടും വീണ്ടും ആശ്ലേഷിച്ചു എന്നും. അയേ സുതം ദേഹി, എൻ്റെ പുത്രനെ തരൂ. ജഗൽപതേ കൃപാതരംഗപാത, ജഗൽപതിയായ ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ തരംഗം, തിരമാലകൾ പതിച്ചത് മൂലം, ആ തിരമാലകളുടെ സ്പർശം മൂലം പരിപാദം, രക്ഷിക്കപ്പെട്ടതായ എൻ്റെ പുത്രനെ തരൂ എന്നിങ്ങനെ. അതായത് ഭഗവാനും ഈ ഉണ്ണിയും ഒന്ന് തന്നെയാണെന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടായിട്ടൊന്നുമല്ല, ആ ഭഗവാന്റെ കൃപ കൊണ്ടാണ് കുട്ടി രക്ഷിക്കപ്പെട്ടത് എന്ന് ഞങ്ങളുടെ നന്ദഗോപര് വിചാരിച്ചു. അങ്ങനെ ആ കുട്ടി വേറെയാണ് എന്നുള്ളതായിട്ടുള്ളൊരു ബോധം ആണ് നന്ദഗോപരൊക്കെ അറിയില്ലല്ലോ. അപ്പം അങ്ങനെ രക്ഷിക്കപ്പെട്ടതായ ആ കുട്ടിയെ തരൂ എന്ന് പറഞ്ഞ് ആ പിതാവായ നന്ദഗോപര് ത്വദംഗകം, അങ്ങയുടെ ഓരോ അവയവങ്ങളിലെയും പ്രത്യേകം മുഹുർമുഹു ശ്ലിഷ്യതി സ്മ, മുഹുർമുഹു വീണ്ടും വീണ്ടും ശ്ലിഷ്യതി സ്മ, ആശ്ലേഷിച്ചു. സ്മ എന്ന് ചേർക്കുമ്പോൾ ലട്ട് വർത്തമാനകാലത്ത് പ്രയോഗിക്കുന്നതാണെങ്കിലും അതിന് ഭൂതകാലം അർത്ഥം കിട്ടും. അപ്പോൾ ശ്ലിഷ്യതി ആശ്ലേഷിക്കുന്നു, ശ്ലിഷ്യതി സ്മ ആശ്ലേഷിച്ചു എന്നർത്ഥം. ജാതകണ്ഡക, എങ്ങനെയാണ്? കണ്ടകത്തോടുകൂടി, അതായത് പുളകത്തോടുകൂടി ആ പിതാവ് അങ്ങയുടെ അംഗങ്ങളെ, ഓരോരോ അംഗങ്ങളെയും വീണ്ടും വീണ്ടും ആശ്ലേഷിച്ചു. ഇനി അടുത്ത ശ്ലോകം. അനോനിലീന കില ഹന്തുമാഗത സുരാരിരേവം ഭവതാ വിഹിംസിത രജോപി നോദിഷ്ടമമുഷ്യ തത്കഥം സശുദ്ധസത്വേ ത്വയി ലീനവൻ ധ്രുവം. അനോനിലീന, മനസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി, ആ വണ്ടിയിൽ നിലീനനായിരുന്ന, ആ വണ്ടിയിൽ ചേർന്ന് അതിൽ ഒളിഞ്ഞ് വർത്തിച്ചിരുന്നതായിട്ടുള്ള ആ സുരാരിഹി, ദേവന്മാരുടെ അരിയായ ശത്രുവായ ആ അസുരൻ ഹന്തും ആഗത, എന്തിനാണ് അയാൾ ഹന്തുമാഗത, അങ്ങയെ കൊല്ലാനായിട്ട്, ഹനിക്കുവാനായി, കൊല്ലുവാനായി ആഗത വന്നതായ ആ സുരാരി ഭവതാ വിഹിംസിത, അങ്ങയാൽ വധിക്കപ്പെട്ടു.
അങ്ങയെ കൊല്ലാനായിട്ട് വന്നതായിട്ടുള്ള ആ അസുരൻ അങ്ങയാൽ വധിക്കപ്പെട്ടു വധിക്കപ്പെട്ടുവല്ലോ. എന്നിട്ട് കവി പറയുകയാണ് അവിടെ, രജോപിനോ ദൃഷ്ടമമുഷ്യ, ഇവൻ്റെ രജസ് പോലും പൊടി പോലും കാണാനുണ്ടായില്ല. അതായത് ആ വണ്ടി വീണു എന്നല്ലാണ്ട് വണ്ടി വീണ് പൊടിയായി, എൻ്റെ അവയവങ്ങളൊക്കെ ഭാഗങ്ങളൊക്കെ വേർപെട്ടു എന്നല്ലാതെ കണ്ട് ഈ അസുരൻ അതിലുണ്ടായിരുന്നു എന്നുള്ളതോ അസുരൻ്റെ യാതൊരു ലക്ഷണവും അവിടെ ഉണ്ടായിരുന്നില്ല. അസുരനെ കാണാനില്ല, അസുരൻ്റെ പൊടി പോലും അവിടെ ഉണ്ടായില്ല. പിന്നെ വേറെ ഉള്ളവർക്ക് സംശയിക്കേണ്ടല്ലോ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ബാക്കിയുള്ളവർ സംശയിക്കേണ്ട. അപ്പോൾ ആ കാരണത്തിൽ അവിടെ ആ അസുരൻ്റെ പൊടി പോലും ബാക്കി ഉണ്ടായില്ല എന്ന് പറയാണ്. രജോപിനോ ദൃഷ്ടം അമുഷ്യ, ഇവൻ്റെ രജസ് പോലും പൊടി പോലും കാണാനില്ലായിരുന്നു. തൽക്കഥം, അതെങ്ങനെ സംഭവിച്ചു? ഒരാൾ അസുരൻ മരിച്ചു എന്ന് വെച്ചാൽ ആ അസുരൻ്റെ ശരീരം അവിടെ ഉണ്ടാവണ്ടേ, അതല്ലെങ്കിൽ ഭസ്മായി വെച്ചാൽ ഭസ്മം ഉണ്ടാവണ്ടേ. ഇവിടെ യാതൊന്നും ഉണ്ടായില്ല, ഒന്നും കാണാനില്ല, അസുരൻ വന്നതായിട്ടുള്ള ലക്ഷണേ ഇല്ല. ശുദ്ധസത്വേ ത്വയി ലീനവൻ ധ്രുവം കവി പറയാണ്. ആ അസുരൻ ശുദ്ധസത്വസ്വരൂപനായ അങ്ങയിൽ ലയിച്ചു, ലീനവാൻ ലയിച്ചവനായി തീർന്നു, ധ്രുവം തീർച്ച. അങ്ങയിൽ ആ അസുരൻ പരിപൂർണമായി ലയിച്ചു. അതുകൊണ്ടാണ് അവൻ്റെ യാതൊരു അടയാളവും ബാക്കിയില്ലാതെ കണ്ടുവന്നത്. ഇങ്ങനെ ഒരു അസുരൻ ഉണ്ടായിരുന്നതായിട്ടേ ലക്ഷണം ഇല്ലാതെ വന്നു. അത് ആ അസുരൻ ശുദ്ധസത്വനായ ഭഗവാനിൽ ലയിച്ചതാണ് എന്നുള്ളതിന് സംശയമില്ല എന്ന് കവി പറയുകയാണ്. ഇവിടെ ഈ രജസ് എന്നുള്ളതിന് പൊടി എന്നുള്ള അർത്ഥമുണ്ട്, പിന്നെ രജോ ഗുണം എന്നുള്ളതായിട്ടുള്ള അർത്ഥമുണ്ട്. ആ രജോ ഗുണം ഉണ്ടതുകൊണ്ടാണ് ഭഗവാനെ വധിക്കാനായിട്ട് വന്നത്. അപ്പോൾ ആ രജോ ഗുണം മുഴുവൻ ഇല്ലാണ്ടായി, അസുരൻ്റെ രജോ ഗുണം മുഴുവൻ ഇല്ലാണ്ടായി. എന്തുകൊണ്ട്? ആ അസുരൻ സത്വഗുണപ്രധാനനായിട്ട്, സത്വഗുണം മാത്രം ശുദ്ധസത്വനായിട്ടുള്ള, പ്രധാനം എന്നല്ല ശുദ്ധസത്വനായ അങ്ങയിൽ ലയിച്ചു. അതുകൊണ്ട് ആ രജോ ഗുണം മുഴുവൻ ഇല്ലാതായി അസുരൻ്റെ എന്നുള്ളതായിട്ടുള്ള ഒരർത്ഥം കൂടി അവിടെ വരുന്നുണ്ട്. അടുത്ത ശ്ലോകം, പ്രപൂജിതൈസ്തത്ര തതോ ദ്വിജാതിഭിർവിശേഷതോ ലംഘിതമംഗളാശിഷ പ്രജം നിജൈർബാല്യരസൈർവിമോഹയൻ മരുൽപുരാധീശ രുജം ജഹീമേ. തത്ര, അവിടെ ആ ഗോകുലത്തിൽ പിന്നീട് ദ്വിജാതിഭി പ്രപൂജിതൈ ദ്വിജാതിഭി, പ്രപൂജിതന്മാരായ വേണ്ട പോലെ പൂജിക്കപ്പെട്ടതായ നന്ദഗോപര് ഈ കുട്ടിക്കിങ്ങനെ ഒരു അപകടം ഉണ്ടായി, അതിൽ നിന്ന് രക്ഷ കിട്ടി എന്നും കൂടി ആയപ്പോൾ വളരെയധികം സന്തോഷമായിട്ട് വിളിച്ചു വരുത്തിയിരുന്നതായിട്ടുള്ള ആ ബ്രാഹ്മണരെ മുഴുവൻ വേണ്ട വിധത്തിൽ സൽക്കരിച്ചു, നല്ലപോലെ സൽക്കരിച്ചു എല്ലാവരെയും. തത്ര പ്രപൂജിതൈഹി, വേണ്ട വിധത്തിൽ പൂജിക്കപ്പെട്ടതായ ദ്വിജാതിഭി, ദ്വിജാതി ബ്രാഹ്മണൻ, ആ ദ്വിജാതിഭി ബ്രാഹ്മണരാൽ വിശേഷതഃ ലംഘിതമംഗളാശിഷ, വിശേഷിച്ചും ലംഘിതമായ മംഗളാശിസ്സുകളോടുകൂടിയ അർപ്പിക്കപ്പെട്ടതായ മംഗളാശിസ്സുകളൊക്കെ വേണ്ട വിധത്തിലൊക്കെ ആശീർവദിച്ചു ബ്രാഹ്മണരൊക്കെ. അത് പ്രത്യേകിച്ച് ആശീർവദിച്ചു. അവർക്കും ഈ കുട്ടി അങ്ങോട്ട് രക്ഷപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ടായി. അവരെ നന്ദഗോപര് വേണ്ട വിധത്തിൽ പൂജിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് വിശേഷിച്ചും അവരൊക്കെ മംഗളമായിട്ടുള്ളതായിട്ടുള്ള ആശിസ്സുകളൊക്കെ നൽകി. അങ്ങനെ നൽകപ്പെട്ടതായിട്ടുള്ള സ്വീകരിപ്പിക്കപ്പെട്ടതായ മംഗളാശിസ്സുകളോടുകൂടിയ ലംഘിതമായ അടിച്ചേൽപ്പിക്കപ്പെട്ട എന്ന് തന്നെ പറയാം അർത്ഥത്തിലാണ് അവിടെ ലംഘിതം എന്നുള്ളത്. അതായത് നൽകപ്പെട്ടതായിട്ടുള്ള മംഗളാശിസ്സുകളോടുകൂടിയ അങ്ങ് വ്രജം നിജൈഹി ബാല്യരസൈഹി വിമോഹയൻ, ആ പിന്നീട് എന്താണ് തൻ്റെ ബാല്യരസങ്ങളെ കൊണ്ട്, ബാല്യമായിട്ടുള്ള ശൈശവത്തിലുള്ളതായിട്ടുള്ള ക്രീഡകളെ കൊണ്ട്, ബാല്യരസങ്ങളെ കൊണ്ട് വ്രജത്തെ മോഹിപ്പിച്ചുകൊണ്ട്, വ്രജം വിമോഹയൻ, വ്രജത്തിനെ മുഴുവൻ, ഗോകുലത്തെ മുഴുവൻ മോഹിപ്പിച്ചുകൊണ്ടുള്ളതായ അല്ലയോ ഭഗവൻ, വരുൾപുരാധീശ ഗുരുവായൂരപ്പ, രുജം ജഹീഹി മേ, എൻ്റെ രുജയെ, എൻ്റെ എല്ലാ രോഗങ്ങളെയും എൻ്റെ എല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും ജഹീഹി ഇല്ലാതാക്കിയാലും നശിപ്പിച്ചാലും എന്ന് ദശകം അവസാനിപ്പിക്കുകയാണ്. തത്ര ദ്വിജാതിഭി പ്രപൂജിതൈഹി ദ്വിജാതിഭി, വേണ്ട പോലെ പൂജിതരായിട്ടുള്ള ദ്വിജാതികളാൽ ബ്രാഹ്മണരാൽ വിശേഷതഃ ലംഘിതാശിഷ, പ്രത്യേകിച്ചും
ലംഘിതമായ ആശിസ്സോടുകൂടിയ നൽകപ്പെട്ടതായിട്ടുള്ള ആശിസ്സുകളോടുകൂടിയ മംഗളാശിസ്സുകളോടുകൂടിയ അങ്ങ് വ്രജം നിജൈഹി ബാല്യരസൈഹി വിമോഹയൻ, വ്രജത്തെ ഗോകുലത്തെ മുഴുവൻ നിജൈഹി ബാല്യരസൈഹി തൻ്റേതായ ബാല്യരസങ്ങളെ കൊണ്ട് ബാല്യക്രീഡകളെ കൊണ്ട് വിമോഹയൻ മോഹിപ്പിച്ചുകൊണ്ട് അങ്ങ് വർദ്ധിച്ചതായ അങ്ങ് രുജാം ജഹീഹിമേ എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും, അല്ലയോ മരുപ്രാധീശ, അല്ലയോ ഗുരുവായൂരപ്പ, എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ശമിപ്പിച്ചാലും, എൻ്റെ എല്ലാ വേദനകളെയും ശമിപ്പിച്ചാലും എന്ന് ദശകം ശകടാസുരവധം എന്നുള്ളതായിട്ടുള്ള ആ ദശകം അവസാനിപ്പിക്കുകയാണ്. 3 ശ്ലോകം ഒന്നും കൂടിയും ചെല്ലാം. അയേ സുതം ദേഹി ജഗൽപതേ കൃപാതരംഗപാതാത് പരിപാതമധ്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകം മുഹുർമുഹു ശ്ലിഷ്യതി ജാതകണ്ഠക. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കുമാരനെ ഇന്നിഹ ലോകനായകൻ കനിഞ്ഞു രക്ഷിച്ചു എനിക്കു നൽകിനാൻ. എടുത്തു പൊക്കിയിട്ടു പറഞ്ഞു താതനും പുണർന്നു നിന്മേനിയനേകവട്ടവും. അനോനിലീന കില ഹന്തുമാഗത സുരാരിരേവം ഭവതാ വിഹിംസിത രജോവിനോ ദൃഷ്ടമമുഷ്യ തത്കഥം സശുദ്ധസത്വേ ത്വയി ലീനവൻ ധ്രുവം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഭവദ്വധത്തിനു മറഞ്ഞു വന്നിവൻ ഭവന്റെ കാലാൽ ഹതനായി ദാനവൻ. ഇവന്റെ ദേഹപ്പൊടി പോലുമില്ല ഇങ്ങിവൻ ഭവാനിൽ വിലയിച്ചു നിശ്ചയം. പ്രഭൂജിതൈസ്തത്ര തതോ ദ്വിജാതിഭിർവിശേഷതോ ലംഘിതമംഗളാശിഷ വ്രജം നിജൈർബാല്യരസൈർവിമോഹയൻ മരുൽപുരാധീശ രുജം ജഹീമേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വിശേഷമാം പൂജകളേകി ഭൂസുരർ വിശിഷ്ടമാം മംഗളവും പറഞ്ഞവർ. അശേഷഗോഷ്ഠം തവ ലീലയിൽ ലയിച്ച ശേഷമെൻ ലോകമകറ്റുകീശ്വര. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.